ആറ്റിങ്ങൽ നഗരസഭ ടൗൺഹാൾ നിർമ്മാണം വൈകുന്നതിനെതിരെയും അഴിമതി ആരോപണങ്ങളുമായി BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ വീരളം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പണി പൂർത്തിയാകാത്ത ടൗൺഹാളിന് മുന്നിലൂടെ ചുറ്റി നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറച്ച് ആഴ്ചകളായി ഭാരതീയ ജനതാ പാർട്ടി ആറ്റിങ്ങൽ നഗരസഭയിലെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ്. ഇവിടെ മുനിസിപ്പൽ ടൗൺ ഹാൾ നിരവധി അഴിമതികളുണ്ട്. അതിൽ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു അഴിമതി മുനിസിപ്പൽ ടൗൺ ഹാൾ. ആ ടൗൺ ഹാളിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഏതാണ്ട് 2017 തൊട്ട് ആ ടൗൺ ഹാൾ പുതുക്കി പണിയാൻ വേണ്ടി 5.5 കോടിയോളം രൂപ ചെലവഴിച്ച് പണി എവിടെയും എത്തിയിട്ടില്ലാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത്. 1.63 കോടി രൂപ കേന്ദ്ര സർക്കാർ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിക്ക് നൽകി ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട്. പക്ഷെ നടപ്പിലായിട്ടില്ല ഒന്നും. ഇപ്പൊ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള, കാരണം മുഖ്യമന്ത്രി ബഹുമാന്യ എന്ന് പറയുന്നത് പോലെ എനിക്ക് ബഹുമാനമുണ്ട്, മുനിസിപ്പൽ ചെയർപേഴ്സണാലും ബഹുമാനിയായിട്ടുള്ള മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഉടനെ നടപ്പിലാക്കും. 9.5 കൊല്ലമായി ഭരിക്കുകയാണ് നമ്മുടെ പിണറായി വിജയൻ. 9.5 കൊല്ലം ഭരിച്ച് ഒന്നും ചെയ്യാതിരുന്ന ആള് കഴിഞ്ഞ ആഴ്ച ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തി. എന്താണ് ഉദ്ദേശം പറഞ്ഞത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി. 9.5 കൊല്ലം എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. ഒരു ശുചിമുറി പോലും അധികമായിട്ട് പണിതിട്ടില്ല. പമ്പയില് അയ്യപ്പ ഭക്തന്മാർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചോ? ഇല്ല. നിലയ്ക്കലിൽ ഇടത്താവളം പണിയണമെന്ന് പറഞ്ഞു, ചെയ്തോ? ഇല്ല. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ എന്തെങ്കിലും നടപടികൾ എടുത്തോ? ഇല്ല. പക്ഷേ ഭരണം അവസാനിക്കുന്നതിന് 6 മാസം മുൻപേ 9.5 കൊല്ലം പൂർത്തിയാകുമ്പോൾ അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ അനുയായിയായിട്ടുള്ള ഇവിടുത്തെ ചെയർപേഴ്സണും ഭരണം അവസാനിക്കാൻ 2 മാസം ബാക്കിയുള്ളപ്പോ പറയാണ് ഞങ്ങൾ ഇത് ഉടനെ പൂർത്തിയാക്കും. ഇത്രയും വർഷം 7-8 വർഷക്കാലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു പദ്ധതി, കേവലം 5.5 കോടിയുടെ പദ്ധതി, ഒരു ടൗൺ ഹാളിന്റെ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതി. ആ പദ്ധതി 7-8 വർഷമെടുത്തിട്ട് പൂർത്തിയാകാതിരുന്ന ആളുകൾ ഇപ്പൊ പറയാണ് ഞങ്ങൾ നടപ്പിലാക്കും. നിങ്ങൾ എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാം? അഴിമതി അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അഴിമതിയും തട്ടിപ്പും മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം. ആ ഭരണ സംവിധാനമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലാണെങ്കിലും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും നിലനിൽക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്ത് അത് തുടങ്ങുന്നത് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നാണ്. സ്വന്തം മകള് തന്നെയാണ് മാസം തോറും ഈ സംസ്ഥാനത്തെ വലിയ വലിയ ബിസിനസ്സുകാരിൽ നിന്ന്, വലിയ വ്യവസായികളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത്. ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് ബൈജു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുധീർ, നോർത്ത് ജില്ലാ പ്രസിഡന്റ് രജികുമാർ, രാജേഷ് മാധവൻ, ഇലകമൺ സതീശൻ, നഗരസഭാ കൗൺസിലർ ജീവൻലാൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian fashion
fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.